ഹായ് ബേബീസ്, നമുക്ക് റവ കേക്ക് ഉണ്ടാക്കിയാലാ? അതും കടയിൽ നിന്നല്ല കേട്ടോ, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് ഈ കാണിക്കാൻ പോകുന്നത്. അളവുകളൊന്നും തെറ്റിക്കരുത്, ഞാൻ കാണിക്കുന്ന പോലെ ഉണ്ടാക്കണം. ഒരു കപ്പ് മൈദ ആണെങ്കിൽ അതിന്റെ പകുതിയോളം റവ എടുക്കുക. ഓവറാവാൻ വേണ്ടിയിട്ട് കാണിക്കുന്നല്ല, ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ കുഴക്കണമെന്ന് സുഖമായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം റവന്റെ അതേ അളവിൽ തന്നെ പഞ്ചസാര എടുക്കുക. മധുരം കുറച്ച് വേണ്ടവർക്ക് കുറക്കുക ചെയ്യട്ടോ, പക്ഷെ ഇതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി, ഏലക്കായന്റെ ഫ്ലേവർ വേണ്ടവർക്ക് ഏലക്കായന്റെ ഫ്ലേവർ, പിന്നെ ഒരു നുള്ള പക്കാരം, പിന്നെ 2 മുട്ട മതി, കൂടുതലൊന്നും വേണ്ട കേക്കിന്. അങ്ങനെ മുട്ട 2 പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം പഞ്ചസാരയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം ഓരോന്നായിട്ട് കുഴച്ച് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് ഏകദേശം ഒന്ന് നല്ല സെറ്റായി വരുമ്പോൾ കുറച്ചൊരു സ്പൂണ് വെളിച്ചെണ്ണ ഓയിൽ എന്തെങ്കിലും ഒഴിച്ചിട്ട് നല്ലോണം പിന്നെയും കുഴച്ചെടുക്കുക. എന്നിട്ട് ഒന്ന് നല്ല എയർ ടൈറ്റ് ആയ പാത്രത്തിൽ ഒന്ന് മൂടി വെക്കുക. അങ്ങനെ മൂടി വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ഞങ്ങളെ കേക്കിന്റെ ഇത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് മൈദപ്പൊടിയൊക്കെ വിതറിയിട്ട് വട്ടത്തിൽ ഇങ്ങനെ പരത്തിയിട്ട് നമുക്ക് മുറിച്ചെടുക്കുക. കുറച്ച് കട്ടി ഉണ്ടായിക്കോട്ടെ, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവും പൊരിച്ചെടുക്കുമ്പോൾ. അങ്ങനെ ഞാൻ ഇതിൽ കാണിക്കണ പോലെ കട്ട് ചെയ്തിട്ട് റെഡി ആക്കിയിട്ട് എടുക്കുക. പിന്നെ ആദ്യമായിട്ട് കാണാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് കണ്ടിട്ട് നൊസ്റ്റാൾജി അടിക്കണ വേഗം പോയി ഉണ്ടാക്കിക്കോളി. സിമ്പിൾ ഐറ്റാണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഐറ്റാണ്. പിന്നെ കൂടുതൽ എണ്ണ ഒന്നും പിടിക്കൂല. ഒരാഴ്ചയിൽ കൂടുതൽ കുപ്പിയിലായി സൂക്ഷിക്കും ചെയ്യാം. പിന്നെ നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ നല്ലൊരു സ്നാക്ക് ഐറ്റമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണ്. അപ്പൊ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതേപോലെ കട്ട് ചെയ്യണം കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇതുണ്ടാക്കുമ്പോൾ അളവുകൾ തെറ്റരുത്. എത്രയാണോ മൈദ എടുക്കണം അതിന്റെ പകുതി റവയും പഞ്ചസാരയും എടുക്കാം, ബാക്കിയൊക്കെ നിങ്ങളെ അളവ് പോലെ എടുത്തോളിട്ടാ. അങ്ങനെ ഞാൻ ഉണ്ടാക്കി വെച്ചതൊക്കെ എണ്ണൊക്കെ ചൂടായ സെറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഓരോ കഷ്ണങ്ങളാക്കിയിട്ട് അതിന്റെ നടു കീറിയിട്ട്, അതാണ് വെട്ട് കേക്ക് എന്ന് പറയുന്നത്, അത് കീറിയിട്ട് അതിലേക്ക് ഇട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. കൂടുതൽ തീയിലിടരുത്, അപ്പൊ കരിഞ്ഞു പോവും. അങ്ങനെ ഇനി ട്രൈ ചെയ്തിട്ട് ഞങ്ങൾ അറിയിക്കണം കേട്ടാ. അടുത്ത വീഡിയോയുമായി വരാം. ടാറ്റ ബൈ ബൈ.